വൺ. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. ഇപ്പോൾ പോകുന്ന ഓരോ ഡേയ്സിലും എനിക്ക് സ്റ്റഡി വ്ളോഗ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും ടൈം കിട്ടാറില്ല. നേരത്തെ ചെയ്തു വെച്ച കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തന്നെ പെൻഡിങ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന റീസൺ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവ് തന്നെയാണ് കേട്ടോ. പല ഡേയ്സിലും പഴയ പോലെ രാവിലെ എണീറ്റ് പഠിക്കാനോ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനോ ഒന്നും ഇപ്പം എനിക്ക് പറ്റാറില്ല. അതേപോലെ ഒരു ദിവസമാണ് ഇന്നും. റിവിഷന് വേണ്ടിയിട്ട് ലീവ് എടുത്തിരുന്നിട്ട് രാവിലെ 10 o'clock ഞാൻ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. അത്രയും ടൈം അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ ഭയങ്കര ബേൺ ഔട്ടായി. ഇനി പഠിക്കണോ വേണ്ടയോ അങ്ങനെ തന്നെ തിങ്ക് ചെയ്തിരുന്നിട്ട് ഒരു 1 hour കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തീരുമാനിച്ചു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് പ്രൊഡക്റ്റീവായി ഇന്നൊരു 12 hours എന്താണെങ്കിലും പഠിക്കണമെന്ന്. ഇന്നലെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ പഠിക്കാൻ പോണ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത് കറണ്ട് അഫേഴ്സും MCQയും തന്നെയാണ് കേട്ടോ. എക്സാം ഇത്രയും തൊട്ടടുത്ത് എത്തിയത് കൊണ്ട് നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്യേണ്ടത് MCQ വെച്ചിട്ടായിരിക്കണം. അപ്പോൾ കുറച്ചും കൂടെ എക്സാമിൻ്റെ ആ ഒരു പേടിയൊക്കെ നമുക്ക് മാറാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് എഴുതുമ്പം ഞാൻ എപ്പോഴും ഡെയിലി ഒരു 1 hour CSAT വേണ്ടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. 2022 ഞാൻ എക്സാം എഴുതിയ ടൈമിൽ CSAT തുറന്നു പോലും നോക്കിയിട്ടില്ല. ഒന്നും പഠിക്കാതെയായിരുന്നു എക്സാം അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു ടൈമിൽ എക്സാം ക്ലിയർ ആവണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നതും. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ നേരെ ഓപ്പോസിറ്റാണ്. കാരണം കുറേ ലീവൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ഓപ്ഷൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ എടുത്ത് ഈ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഷനും ഭയങ്കര കൂടുതലാണ്. ഇതേ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ ലാസ്റ്റ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ CA ഫൈനൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം CA ഫൈനൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പേപ്പർ 1ഉം 2ഉം ഒരുമിച്ച് എഴുതിയപ്പം 2 സബ്ജക്റ്റിനും എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞത് വീണ്ടും എഴുതിയ ടൈമിൽ എനിക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. ഫസ്റ്റിലത്തെ 2 hours കഴിഞ്ഞപ്പം ഞാനൊരു ലഞ്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് റൈസ് കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ റൈസ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഹവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ബാക്ക് ടു വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ടൈം എനിക്ക് ബ്രേക്ക് എടുക്കുമ്പം ഒരു ലോങ് ബ്രേക്കായി പോകും. അതുകൊണ്ട് ഞാൻ മാക്സിമം എപ്പോൾ പഠിച്ചാലും 6 hours ഉള്ളെങ്കിലും മാക്സിമം 6 hours കണ്ടിന്യൂസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. അല്ലെങ്കിൽ പൊമോഡോറോ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. നല്ല ബേൺ ഔട്ട് ആകുന്നവർ പെട്ടെന്ന് പഠിക്കുമ്പോൾ ബേൺ ഔട്ട് ആകുന്നവർക്ക് ഒരു 6 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ പൊമോഡോറോ ടെക്നിക്സ് യൂസ് ചെയ്താൽ മതി. ആദ്യമേ അവരൊരു 14 മിനിറ്റ് പഠിക്കുക, ഒരു 5 minute 10 minute ബ്രേക്ക് എടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 hours 7 hours കണ്ടിന്യൂസ് നമുക്ക് ഇരിക്കാൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു ടിപ്പാട്ടോ ഈ പറയുന്ന കണക്ക് ഫോറസ്റ്റ് ആപ്പ് നല്ലപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു 5 o'clock ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഞാൻ നല്ലപോലെ മടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ആർട്ട് ആൻഡ് കൾച്ചർ ആയിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. കറണ്ട് അഫേഴ്സാണ്. ഇത് എത്ര പഠിച്ചാലും എനിക്ക് മറന്നു പോയിക്കൊണ്ടേയിരിക്കും. ഭയങ്കര ഓവർലാപ്പിംഗ് കണക്കാണ് തോന്നുക. അപ്പം ഞാനത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ബട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയി ഫ്രഷായി ജസ്റ്റ് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ബ്രേക്ക് എടുത്ത് വേറെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ പഠിത്തം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്കിൻ കെയർ ഒക്കെ ഇല്ലേ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതൊന്നും ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമേ അല്ല. കുളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തലമുടി പോലും ശരിക്കും തോർത്താതെ വേഗം ബാക്ക് ടു പഠിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ബ്രേക്ക് അടിക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. അതായത് ഈവൻ എക്സാം ഇത്ര അടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ ജോബുള്ളതൊരു വലിയ പ്രോബ്ലം ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ നേരത്തെ ലീവ് എടുത്തിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ ഈവനിങ്ങിൽ വന്നിട്ട് ഭയങ്കര ഈസി ആയിട്ട് റിവൈസ് ചെയ്യാം, ഇതെൻ്റെ കയ്യിൽ നിൽക്കും, കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് മോർണിംഗിൽ എണീറ്റ് പഠിക്കാൻ പോലും പറ്റാറില്ല. ഞാനിപ്പം കോഫി മാക്സിമം ഒഴിവാക്കിയേക്കണം. കോഫി കുടിക്കൽ ഭയങ്കരമായിട്ട് കുറച്ചു. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ്. നോർമലി ഞാൻ ഈ ബ്രെഡൊന്നും കഴിക്കാത്തതാണ്. റൈസ് കഴിക്കാനുള്ള ഒരു ഇഷ്ടക്കുറവ് കൊണ്ട് ബ്രെഡാണെങ്കിലും മതിയെന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ കഴിക്കുന്നത്. ഇപ്പം ബാക്ക് ടു ബാക്ക് പഠിക്കണം, അത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. കാരണം ഞാൻ എഴുതി വെച്ചിരുന്ന ടു ഡു ലിസ്റ്റ് ഇന്ന് എത്ര ടൈമാണെങ്കിലും പഠിച്ചിട്ടേ ഞാൻ കിടക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില സബ്ജക്റ്റുകൾ എനിക്ക് നല്ലപോലെ മൂവ് ആവും, ചിലത് ഞാൻ എത്ര പഠിച്ചാലും മൂവ് ആവുമെങ്കിലും റീകോൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിൽ മെയിൻ തിങ് കറണ്ട് അഫേഴ്സാണ്, ജോഗ്രഫി ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹിസ്റ്ററിയിലും ഉണ്ട് കേട്ടോ കുറച്ച് ഏരിയാസ് അങ്ങനെയുള്ളത്. പിന്നെ അത്യാവശ്യം നല്ലപോലെ ബേൺ ഔട്ട് ആകുമ്പം കോഫി ഒഴിവാക്കിയതുകൊണ്ട് ടീയാണ് കുടിക്കുന്നത്. എങ്കിലും ടീയുടെ അളവ് ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട് ഇപ്പം.
ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫിലുണ്ടല്ലോ ഒരു 1 അവറൊക്കെ ഞാൻ കാണുന്നത് ഒരു 10 hours പോലെയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിപ്പോൾ ടൈം. ഇപ്പം ഡെയിലി ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്കും എല്ലാ സബ്ജക്റ്റുകൾക്കും ഞാനൊരു പ്ലേസ് വെക്കാറുണ്ട്. ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് പഠിക്കാതെ കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും റിവൈസ് ചെയ്യാറുണ്ട്, പുതിയ ടോപ്പിക്സ് നോക്കാറുണ്ട്. ആ നോക്കിയ ടോപ്പിക്സ് അന്ന് തന്നെ ഈവനിങ്ങിൽ ഒന്നോടെ റിവൈസ് ചെയ്യും, പിന്നെ 2 days കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യും കേട്ടോ. ഇതിനു മുന്നേ കുറച്ചൊരു ടൈം പ്രാർത്ഥിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 8 hours പഠിക്കണം എന്ന് ഓർത്തിട്ടും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബേൺ ഔട്ടായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ട് ബാക്ക് ടു വന്ന് പഠിക്കാമെന്ന് ഓർത്തു. ഫുഡൊക്കെ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് റൈസ് കേട്ടോ. പിന്നെ അധികം ടൈമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ വിളിച്ചിട്ട് ബാക്ക് ടു വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഇപ്പം കൂടുതലും ഞാൻ റിവിഷനാണ് ചെയ്യുക. റിവിഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം PYQ വരുന്ന ഏരിയ തന്നെയാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പേജിൽ ഫസ്റ്റ് ഒരു ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, ആ ഇൻഡെക്സ് വെച്ചിട്ട് എനിക്കത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും ഞാൻ ഓരോ ടോപ്പിക്സ്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മാത്രം അത് എന്താണ് എന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കും, പിന്നെ വീണ്ടും ശ്രമിക്കും. അപ്പം നെക്സ്റ്റ് ടൈം നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആവാറുണ്ട് കേട്ടോ. ഈ ഒരു നോട്ട്സിലാണ് ഞാൻ കൂടുതലും നോട്ട്സ് എഴുതുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സിന് വേണ്ടി ഈ ഒരു ഒറ്റ ബുക്കേ ഉള്ളൂ കേട്ടോ എനിക്ക്. ഈ ഒരു ജേർണി കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തന്നെ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജിനെ തന്നെ ഞാൻ ചെറുതായിട്ട് മടക്കിയിട്ട് കുഞ്ഞായിട്ട് വളരെ സ്മോളായിട്ടാട്ടോ എഴുതി വെക്കുക. അതും മറന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിലേറ്റവും കൂടുതലുള്ളത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ജോഗ്രഫി ഒക്കെ ആട്ടോ. ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്കിലൊക്കെ വരുന്ന കുറേ ന്യൂസില്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് എഴുതി വെക്കാറുണ്ട്. ഇത്രയും ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ നല്ലപോലെ ബേൺ ഔട്ടായി. ചില സമയത്ത് അങ്ങനെയാണ്, ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ടു ഡു ലിസ്റ്റ് കുറേയും കൂടെയൊക്കെ ഉള്ളത് കൊണ്ടൊന്നും മോർണിംഗിൽ നേരത്തെ എണീക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കിടക്കുന്ന പെൻഡിങ് നാളെ വീണ്ടും കുറേ പെൻഡിങ് വരൂലേ, അത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് തീർത്തിട്ടേ കിടക്കുകയുള്ളൂ എന്നോർത്തിട്ട് ഞാനൊന്ന് പ്ലേസൊക്കെ മാറി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി എക്സാമിന് 1 month ഉള്ളൂ എന്ന രീതിയിലാട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ക്ഷീണമൊക്കെ എവിടേക്കോ പോകാറുണ്ട്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ പഠിക്കാൻ എനിക്ക് പറ്റുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നതും എൻ്റെ CA ഫൈനലിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ്റെ ഒപ്പമായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്, CA ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ജേർണി നോർമലി ഉള്ള ഒരാളെക്കാളും കുറച്ചും കൂടെ ഹെക്റ്റിക്കായിരുന്നു. ഇതിപ്പോൾ ഒരു 1 AM ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിന് കുറച്ച് മുന്നേ എനിക്ക് നല്ലപോലെ വിശന്നപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയത് എന്താണോ അതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുൾ സ്ട്രക്കായി. പിന്നെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് ഫുൾ കഴിഞ്ഞിട്ടുമില്ല, കുറച്ചും കൂടെയൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നല്ലപോലെ പഠിച്ച് മടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒട്ടും പറ്റാതാവുമ്പോഴത്തേക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് പഠിത്തമൊക്കെ നിർത്തി. 12 hours പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും സിലബസ് അല്ല, ടോപ്പിക്സിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഞാൻ എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്കൊരു 2 days കൂടെ ഉണ്ട്, സാറ്റർഡേ സൺഡേ. ഈ 2 ദിവസം കുറേ ടോപ്പിക്സ് ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം ഒട്ടും ടൈം കളയാതെ പഠിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശരി, താങ്ക് യു ഓൾ.